തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം? ചെമ്മാട് തോമ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ. വാർത്തകൾ വിശദമായി. ദീർഘകാല സേവനത്തിനു ശേഷം തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷനിൽ നിന്നും വിരമിക്കുന്ന SI മുഹമ്മദ് അഷ്റഫിന് യാത്രയയപ്പ് നൽകി. 32 വർഷമായി പോലീസ് സേനയിൽ സേവനമനുഷ്ഠിക്കുന്ന SI മുഹമ്മദ് അഷ്റഫ് തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വിരമിക്കുന്നത്. തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷനിൽ PRO ആയി ജനകീയമായി പ്രവർത്തിച്ചിരുന്നു. പോലീസ് സ്റ്റേഷനിൽ ജനകീയ യാത്രയയപ്പ് ജില്ലാ പോലീസ് മേധാവി വിശ്വനാഥൻ IPS ഉദ്ഘാടനം ചെയ്തു. പോലീസ് ഇൻസ്പെക്ടർ B പ്രദീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. താനൂർ DYSP പ്രമോദ് മുഖ്യപ്രഭാഷണം നടത്തി. കേരള പോലീസ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് സിനീഷ്, കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി റുബീന, SI മാരായ സിയാസ്, സത്യനാഥൻ, വിൻസെന്റ്, രവി, ASI മഞ്ജുഷ, ഷിജിൻ ഗോപിനാഥ് എന്നിവർ പ്രസംഗിച്ചു. അത്തരത്തിൽ വളരെ സുദൃഢമായിട്ടുള്ള ഒരു സർവീസിന് ശേഷം അദ്ദേഹം പടിയിറങ്ങുമ്പോൾ പറയാനുള്ളത്, ഒന്ന്, ഈ വിരമിക്കൽ എന്ന് പറയുന്നത് സർക്കാർ ജോലിയിൽ കയറുമ്പോൾ വരുന്ന അനിവാര്യത മാത്രവും, എന്നാൽ ഇനി അങ്ങോട്ടേക്കുള്ള വലിയൊരു നീണ്ട സെക്കൻഡ് ഇന്നിങ്സിൻ്റെ ഒരു വാതിൽ തുറക്കപ്പെടുകൂടിയാണ്. അതിലേക്ക് കടക്കുമ്പോൾ സ്നേഹത്തോടുകൂടി ഞങ്ങൾക്ക് പറയാനുള്ളത് അഷ്റഫിന് എല്ലാവിധ ആശംസകളുമാണ്. ഇനിയുള്ള ജീവിതം അത് ഒരേ സമയം ഫാമിലിക്ക് ഒപ്പവും അതോടൊപ്പം തന്നെ ക്രിയാത്മകമായി അല്ലെങ്കിൽ പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു പീരീഡായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ കള്ളന്മാരുടെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് പോലീസുകാരുടെ കാര്യം. എനിക്ക് കള്ളനായി കഴിഞ്ഞാൽ പിന്നെ ആ പേര് പോലെ പോലീസുകാരനായാലും ആ പേര് പോകില്ല. അപ്പോൾ പോലീസ് യൂണിഫോമിൽ നിന്ന് പുറത്തിറങ്ങിയാലും ഞങ്ങളുടെ ഏറ്റവും വലിയ പവർ എന്ന് പറയുന്നത് നമ്മുടെ അലുമിനിയാണ്. അതായത് നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പുറത്ത് പോകുന്നവരുടെ ഗുഡ് വില്ല് തന്നെയാണ്. അത് കീപ്പപ്പ് ചെയ്യണത് ഞാൻ എല്ലാ റിട്ടയർമെൻറ്റ് വേദികളിലും ഞാൻ പറയുന്നൊരു കാര്യമാണ്. അടുത്ത കാലത്തായിട്ട് അതിനൊക്കെ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റിൽ പുറത്ത് പോകുമ്പോൾ പലപ്പോഴും ഡിപ്പാർട്ട്മെൻറ്റിന് ഇതെഴുത്തുന്നതുമൊക്കെ ആയിട്ടുള്ള പ്രവണതകൾ ഈ ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ബോർഡുകളിൽ നിന്നും കണ്ടിട്ടുള്ളൊരു ഇത് വെച്ചിട്ട് തീർച്ചയായിട്ടും ശ്രീ അഷ്റഫ് എന്ന് പറയുന്നത് നമ്മുടെ ഈ നാട്ടിൽ പോലീസിൻ്റെ യശസ്, പോലീസ് ചെയ്യുന്ന നല്ല പ്രവൃത്തികൾക്ക് അംഗീകാരം കിട്ടും, നല്ലത് മോശമായിട്ട് ചെയ്യുന്നതിന് വിമർശനം കിട്ടുകയും ചെയ്യണം. അത്തരത്തിലുള്ളൊരു ഞങ്ങളുടെ ഒരു മെസ്സഞ്ചർ കൂടിയായിട്ട് ഇത്രയധികം ഇന്നിവിടെ കൂടിയിട്ടുള്ള വൈവിധ്യമാർന്ന ഈ ജനക്കൂട്ടം തന്നെ അതിനൊരു ദൃഷ്ടാന്തമാണ്. വിവിധ മേഖലകളിൽ നിന്നുള്ളവർ എൻ്റെ മുമ്പിലുണ്ട്. അത് നല്ല രീതിയിൽ ഞങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസും അദ്ദേഹം സമൂഹത്തിലേയും ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും ഞങ്ങൾക്ക് ഫലപ്രദമാകട്ടെ എന്ന് കരുതുന്നു. ഇന്നിവിടെ എത്തിയിട്ടുള്ള ശ്രീ അഷ്റഫിൻ്റെ കുടുംബാംഗങ്ങൾക്ക് വ്യക്തിപരമായിട്ട് ഇത്രയും കാലം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ സമയവും അപകടമില്ലാത്ത സേവനവും വിട്ടു തന്നതിന് നന്ദിയും അറിയിച്ചുകൊണ്ട് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നേർന്നുകൊണ്ട് ഞാൻ നമസ്കാരം. എൻ്റേതല്ലാത്ത കാരണം കൊണ്ട് ഞാൻ 95 ഈ SI പരീക്ഷയ്ക്ക് അപേക്ഷിക്കുകയും 2003 10-ാം മാസം കേരള പോലീസ് അക്കാദമിയിലേക്ക് ചെല്ലാനുള്ള കത്തുമായിട്ട് ഒരു പോസ്റ്റ്മാൻ വന്നു. ഇൻ്റർവ്യൂ കഴിഞ്ഞ് അപ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നത് 2 ഗസറ്റഡ് ഓഫീസേഴ്സിൻ്റെ ഒപ്പ് വേണം, നിലമ്പൂർ CIയുടെ ഒപ്പ് വേണം. ഞാൻ 2 ഗസറ്റഡ് ഓഫീസർമാരായിട്ടും ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മാനവേദനിലെ പ്രിൻസിപ്പാൾ ഈസ് ഡബിൾ MA എക്കണോമിക്സ്, MA സയൻസ് ടീച്ചർ. ദെൻ VHSCയുടെ പ്രിൻസിപ്പൽ ഈസ് സുരേഷ് ഫ്രം തിരുവനന്തപുരം, MSc റാങ്ക് ഹോൾഡർ. ആ 2 പേരെയും കൊണ്ട് ഞാൻ എൻ്റെ കാല് നിലമ്പൂർ സ്റ്റേഷനിലേക്ക് വെച്ചത് എനിക്ക് ഓർമ്മയുള്ളൂ. പോലീസുകാരനായ രാംദാസ് വന്നിട്ട് പറഞ്ഞു, CI അല്പം ചൂടനാണ്, ഒപ്പിട്ട് തന്നാൽ ഭാഗ്യം. അപ്പോൾ ഈ 2 പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് എന്നോട് പറഞ്ഞു, പോസ്റ്റ് ഗ്രാജുവേഷൻ എനിക്ക് ഭ്രാന്തുണ്ടോ പ്രമോദേ? ഞാൻ പറഞ്ഞു, എന്താ ചെയ്യുക, എലിക്കണി പെട്ടു എന്ന് പറയില്ലേ. അവസാനം ആ CA എന്നെ ഓടിച്ചു വിടുക ചെയ്തു. അന്ന് വൈകിട്ട് ഞങ്ങൾ ആലോചിച്ചു,
1:10 അവിടെ എത്തണമല്ലോ, തീരണമെന്ന ആഗ്രഹം. SI എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ വണ്ടൂർ CIയുടെ അടുത്ത് പോയി. അദ്ദേഹം 2 ചെയർ അവിടെ ഇട്ടിട്ടുണ്ട്. അവിടെ ഇരുത്തി സംസാരിച്ചു. നിലമ്പൂരിൽ നിന്ന് എന്തേ വണ്ടൂർ വരാൻ കാരണം എന്ന് ചോദിച്ചു. നമ്മൾ നിലമ്പൂർ CI അല്പം ചൂടനാണെന്ന് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നീട് ഞാൻ വളാഞ്ചേരി CI ആയിട്ട് 2018 വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് അവിടെ നെയിം ബോർഡിലുണ്ട്. കാരണം അയറ്റോട് ആദ്യം പറഞ്ഞത് A4 ഷീറ്റ് കൊണ്ടുവരാനും പശ ഒട്ടിച്ച പേര് മറയ്ക്കാനാണ് ഞാൻ പറഞ്ഞത്. കാരണം പേര് കണ്ടു കഴിഞ്ഞാൽ നെഗറ്റീവ് എനർജി ചെയ്യും. അപ്പോൾ പോലീസുകാർ എന്നോട് ചോദിച്ചു, എന്തിനാണ് സാറേ ഈ പേര് മറയ്ക്കണമെന്ന് ചോദിച്ചു. അതിൻ്റെ ഉത്തരം ഞാൻ പിന്നെ 2019 മെയ്യിൽ ട്രാൻസ്ഫർ ആയി പോകുമ്പോഴാണ് പറഞ്ഞത്, അദ്ദേഹം എന്നോട് കേരള പോലീസിലേക്ക് വരണ്ട എന്ന് പറഞ്ഞ ആളാണെന്ന്. അപ്പോൾ എനിക്കിത് വാശിയായിരുന്നു, എന്താ ഇപ്പോൾ ഇതിൽ വന്നിട്ട് കാര്യമൊന്നുമില്ല. സത്യം പറഞ്ഞാൽ എൻ്റെ 2 കാരണന്മാർ യൂണിവേഴ്സിറ്റിയിലുണ്ട്. അവരിപ്പോൾ 190 ഏകദേശം 2 ലക്ഷം രൂപയുടെ ശമ്പളമാണ് വാങ്ങിക്കുന്നത്. പക്ഷേ എനിക്കെന്നെ നേർപരിധി എപ്പോഴും ആയിട്ടുള്ളൂ. പക്ഷെ ഞാൻ ഭയങ്കര സന്തുഷ്ടനാണ്. ഒരേ ഒരു കാര്യം, ഞാൻ പോയി പെട്ടത് പുലിമലയിലാണ്. കൊല്ലം കടക്കിൽ ഞാൻ ചെല്ലുമ്പോൾ ഒരു SI ഉണ്ടായിരുന്നു. ആ SI ലീവിലായിരുന്നു. അദ്ദേഹത്തിനൊരു പ്രമോദ് എന്നാണ്, നെടുമങ്ങാടാണ് വീട്. അപ്പോൾ എന്നോട് സലി എന്ന് പറഞ്ഞ ASI പറയുകയാണ്, സാറേ ഈ പോലീസ് സ്റ്റേഷനൊക്കെ നിർജീവല്ലേ? അപ്പോൾ പ്രൊബേഷണറി SI ഞാൻ പറഞ്ഞു, ശരിയാണല്ലോ സലീം ASI, എന്താണ് ആളില്ലാത്തത്? സാറേ അതൊരു ദൈവമുണ്ട്. പ്രമോദ് അദ്ദേഹം തിരുവനന്തപുരത്ത് ആണ് വീട്, ഇപ്പോൾ കോഴ്സിന് പോയിരിക്കുകയാണ്. അദ്ദേഹം നാളെ വന്നാൽ സാറിന് അറിയാം അവിടെ 200 ആളുണ്ടാവും. അങ്ങനെ പിറ്റേ ദിവസം വന്നപ്പോൾ ഒരു 150 ആൾ പോലീസ് സ്റ്റേഷൻ. ഇദ്ദേഹത്തിൽ നിന്ന് ഓരോ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് ഞാൻ പഠിച്ച പാടെന്ന് വെച്ചാൽ ഓരോ ദിവസവും നമുക്ക് പുതിയ പുതിയ അറിവുകളും. ഇന്നസെൻ്റ് പറഞ്ഞ പോലെ ഒരാൾ വന്ന് അത് സംഭവിച്ചു ഇത് സംഭവിച്ചു എന്ന് പറയുമ്പോൾ 8 കുറേ കേട്ടിട്ടുണ്ട്, 7 കുറേ കേട്ടിട്ടുണ്ട്. ഈ പറയുന്ന ആൾ ഒറ്റ പ്രാവശ്യം പറയുന്നുള്ളൂ, കേൾക്കുന്ന നമ്മൾ 1000 പ്രാവശ്യം കേൾക്കുന്നുണ്ട്. അപ്പം നമുക്ക് തോന്നും ആവർത്തന വിരസതയാണ്. അവിടെ പലപ്പോഴും നമ്മൾ ജനങ്ങളായിട്ട് ഏറ്റുമുട്ടുന്നത്. കാരണം അവരവരുടെ ഭയങ്കരമായ വിഷമങ്ങൾ ഇവിടെ വന്ന് പറയുമ്പോൾ നമ്മൾ പറയും സ്റ്റോപ്പ്, മതി, ഇത്ര പറഞ്ഞാൽ മതി, ബാക്കി എനിക്കറിയാമെന്ന് പറയും. അപ്പോൾ അവർ പറയും അതുപോലെ സാറേ ഞാൻ പറയുന്ന മുഴുവൻ എഴുതണം. അപ്പോൾ അങ്ങനെ ഒരു വളരെ വ്യത്യസ്തമായൊരു ജോലിയാണ്. അപ്പം അത് വളരെ സന്തോഷത്തോടു കൂടി ചെയ്യുക എന്ന് പറയുന്നത് അതിൽ പരം സന്തോഷം വേറെ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഓരോ പോലീസ് സ്റ്റേഷനും കേരളത്തിൽ നിന്ന് വളരെയധികം പോസിറ്റീവായ മേഖലയിലാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ പരീക്ഷ ചെയ്യുന്ന ആ ഒരു മെൻറ്റാലിറ്റിയിൽ നിന്നും പൊതുജന സൗഹൃദ അന്തരീക്ഷമായി പോലീസ് സ്റ്റേഷനെ മാറ്റാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ നമുക്ക് നല്ലൊരു ജില്ലാ പോലീസ് മേധാവിയെ കിട്ടി. അപ്പം ഞാനിത് പറയാൻ കാരണം അഷ്റഫ് SIക്ക് ഇനിയും 3-4 ദിവസം കൂടെ ഉള്ളൂ നല്ല സേവനം. SIമാരായ ഉണ്ണികൃഷ്ണൻ, സുബൈർ, CPO അനീഷ് ബാബു, ഷിബിൻ, സ്റ്റേഷൻ റൈറ്റർ മുരളി, മുനീർ മുത്തു തുടങ്ങിയവർ നേതൃത്വം നൽകി. കൈരളി പട്ടൂർമാൽ ഫെയിം യാഷിക് മമ്പാടിന്റെ നേതൃത്വത്തിൽ കൾച്ചറൽ പ്രോഗ്രാം നടന്നു. പോലീസ് സേനാംഗങ്ങളും കുടുംബാംഗങ്ങളും ഗാനം ആലപിച്ചു. ന്യൂസ് ഡെസ്ക്, തിരൂരങ്ങാടി ടുഡേ. അങ്ങ് ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ? അതും സൗജന്യമായി. വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? 2025 ജൂലൈ 1 മുതൽ 2026 ഓഗസ്റ്റ് 30 വരെ തൂബ ജ്വല്ലറിയിൽ നിന്നും സ്വാ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന 30 പേർക്കാണ് ഈ സുവർണാവസരം. ഈ വർഷകാലയളവിനെ 3 ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും. ഓരോ നറുക്കെടുപ്പിലെ വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മാട് തൂബ ജ്വല്ലറി സന്ദർശിക്കും.